സൗദി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടായില്ല. കേസ് വീണ്ടും പരിഗണിക്കാൻ മാറ്റിവെച്ചു. കൂടുതൽ വിവരങ്ങളുമായി ടി ജമാലുദ്ദീൻ ചേരുന്നുണ്ട്. ജമാൽ, വലിയ പ്രതീക്ഷയിലായിരുന്നു റഹീമും, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും. എന്തൊക്കെ കാരണങ്ങളാലാണ് ഇപ്പോൾ ഈ മോചന ഉത്തരവ് നീണ്ടുപോകുന്നത്? ഈ കോടതി ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? കാവ്യ, കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കോടതി ഈ കേസ് ഇന്ന് പരിഗണിച്ചെങ്കിൽ പോലും രണ്ടാഴ്ചത്തേക്ക് ഇത് സംബന്ധിച്ച വിധി പുറപ്പെടുവിക്കുന്നത് നീട്ടിവെക്കുകയായിരുന്നു. ഇന്ന് ഇത് സംബന്ധിച്ച അന്തിമ വിധി ഉണ്ടാകും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റഹീമിന്റെ മോചനം സാധ്യമാകുമായിരുന്നു. പക്ഷേ ഈ കേസ് പരിഗണിക്കുന്നത് 2 ആഴ്ചത്തേക്ക് കൂടി കോടതി നീട്ടിവെച്ചിട്ടുണ്ട്. എന്ത് കാരണമാണ് കേസ് നീട്ടിവെക്കുന്നത്, അല്ലെങ്കിൽ പരിഗണിക്കുന്നത് നീട്ടിവെക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും കഴിഞ്ഞ ഏറെക്കാലമായി നമ്മളൊക്കെയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോചനം, അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും 2 ആഴ്ചത്തെ കൂടി അത് സംബന്ധിച്ച അന്തിമ വിധി സംബന്ധിച്ച തീരുമാനത്തിന് 2 ആഴ്ച കൂടി കാത്തിരിക്കണം. കഴിഞ്ഞ 18 വർഷമായാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദിയിലെ ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം. സ്വദേശി ബാലനായ അനസ് അൽ ഷഹീറിന്റെ മരണവുമായി, അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. പിന്നീട് ഏറെക്കാലത്തിന് ശേഷം റഹീമിനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. റഹീമിന്റെ കുടുംബവും അതുപോലെ തന്നെ റിയാദിൽ പ്രത്യേക സഹായ സമിതി രൂപീകരിച്ചും വലിയ ശ്രമങ്ങൾ നടന്നു. ഈ റഹീമിന്റെ മോചനത്തിലുള്ള ഒരു തടസ്സം, ഈ മരിച്ച ബാലന്റെ കുടുംബം റഹീമിന് മാപ്പ് നൽകണം എന്നതാണ്. ഈ ഏറെക്കാലത്തെ ചർച്ചകൾക്കൊടുവിൽ, നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ കുടുംബം ദിയാദിനം സ്വീകരിച്ച് മാപ്പ് നൽകാം എന്ന നിലപാടെടുത്തു. എന്നാൽ ഏതാണ്ട് 15 മില്യൺ റിയാൽ. ശരി, ടി ജമാലുദ്ദീനാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.